ഈ ഒരു പഴം കണ്ടോ? എൻ്റെ പൊന്നു മക്കളെ, ഇതാണ് തേൻ മധുരം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ തേൻ മധുരം എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇതാണ് തേൻ മധുരം. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഒരുപാട് നൊസ്റ്റാൾജി ഉണ്ടാവും കുറേ ആളുകൾക്ക് ചെറുപ്പകാലത്തൊക്കെ കഴിച്ച്. അടിപൊളി അടിപൊളി ടേസ്റ്റാട്ടോ. കിടില സാധനം. ഇത് കഴിച്ചിട്ട് ഇതിന് കാണുമ്പോഴത്തേക്കും നമുക്ക് മറ്റേ പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള പഴമാണ് പാണൽപ്പഴം. പാണൽപ്പഴത്തിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് പീച്ച് കളറാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ പഴുത്ത് കഴിയുമ്പോൾ നല്ല കിടില റെഡ് കളറാവും കേട്ടോ. ഇതിങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ പഞ്ചാരപ്പഴം. നല്ല കിടില സാധനമാണ്. ഒരുപാട് ഗുണങ്ങളുണ്ടാണ്. ഹെൽത്ത് ബെനിഫിറ്റ് ഒരുപാടുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇലയായാലും ഇതിൻ്റെ വേരായാലും എല്ലാം നമുക്ക് ആയുർവേദ ഗുണങ്ങൾ ഒരുപാടുള്ളതാണ്. അപ്പം ഇത് കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ കഴിക്കുന്നതൊക്കെ കിളികൾ, വവ്വാൽ, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ ഗസ്റ്റുകൾ മാത്രമല്ല, ഞങ്ങളാണേലും അങ്ങോട്ട് പോകുന്ന വഴിക്കും ഇങ്ങോട്ട് പോകുന്ന വഴിക്കും ഒക്കെ ഇങ്ങനെ ചുമന്ന് കിടക്കുന്ന പഴം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പറിച്ചു തരും. കാരണം അത്രയും ഇഷ്ടമാണ്, അത്രയും ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇത് കഴിക്കുമ്പോൾ നല്ല മധുരമാണ്. ശരിക്കും ആ ഒരു പാണൽപ്പഴത്തിൻ്റെയൊക്കെ ആ ഒരു ഫീല് നമുക്ക് ഇത് കഴിക്കുമ്പോൾ കിട്ടും. കാരണം ഇതിൻ്റെ ആ കളറും ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് കുറേ എണ്ണം ഇങ്ങനെ കയ്യിലിരിക്കുമ്പോൾ നല്ല രസമല്ലേ. പണ്ട് കാലത്തൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ ഇത് നിറയെ പറിച്ച് തിന്നുന്നതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊക്കെ ഇത് കഴിക്കുന്നത് എൻ്റെ ഒരു 20ാമത്തെ വയസ്സിലൊക്കെ ആട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഇത് കഴിക്കുന്നത് എറണാകുളത്തു നിന്നാണ്. അതിനുശേഷം കഴിക്കുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഇവിടെ വന്നതിന് ശേഷം പഴം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി കഴിക്കും. കാരണം ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ പറിച്ച് കഴിക്കും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ, ആയുർവേദ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിറയെ ഇങ്ങനെ പഴുത്ത് കിടന്നപ്പോഴത്തേക്ക് ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കണം തോന്നി. അതുകൊണ്ടാണ് ഇതിൻ്റെ അടിയിലൊക്കെ ഇത് നിറയെ ഉണ്ടായി കിടക്കുക കേട്ടോ. ഫുള്ള് കായ. ഈ മരം മൊത്തം ഫുള്ള് പഴുത്ത് കിടക്കുക. കായ്കൾ ഇത് ഇവിടെ കിടക്കുന്നുണ്ടോ? ഭയങ്കര രസമാണ്. ഇതിങ്ങനെ തിന്നോണ്ടിരിക്കാൻ തോന്നും. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ പറിച്ച് തിന്നാൻ തോന്നും. ഇതുപോലെ മരത്തിൽ നിന്നൊക്കെ ഇതുപോലെ പഴങ്ങൾ പറിച്ച് തിന്നിട്ടുള്ളവരുണ്ടെങ്കിൽ, അങ്ങനത്തെ ഓർമ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ.